ഇന്ത്യയുടെ സമുദ്ര പ്രതിരോധ ശേഷി കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മറ്റൊരു തദ്ദേശീയ അത്യാധുനിക യുദ്ധക്കപ്പലായ INS മാൽവാൻ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാകുന്നു. കർണാടകയിലെ കാർവാറിലുള്ള നാവിക താവളത്തിൽ നടക്കുന്ന ഔപചാരിക കമ്മീഷൻ ചടങ്ങോടെയാണ് കപ്പൽ ഔദ്യോഗികമായി നാവികസേനയിൽ സേവനം ആരംഭിക്കുന്നത്. രാജ്യത്തിന്റെ സമുദ്ര അതിർത്തികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും കടലിനടിയിലെ ഭീഷണികളെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നതിനും ഈ യുദ്ധക്കപ്പൽ നിർണായക പങ്കുവഹിക്കുമെന്നാണ് പ്രതീക്ഷ. ആത്മനിർഭർ ഭാരത് എന്ന ദേശീയ ലക്ഷ്യത്തിന്റെ മറ്റൊരു സുപ്രധാന നേട്ടമായും ഈ കമ്മീഷനിംഗ് കണക്കാക്കപ്പെടുന്നു. മാഹി ക്ലാസ് അന്തർവാഹിനി വിരുദ്ധ ഷാലോ വാട്ടർ യുദ്ധക്കപ്പലുകളുടെ ശ്രേണിയിലെ രണ്ടാമത്തെ കപ്പലാണ് INS മാൽവാൻ. തീരദേശ മേഖലയിലും ആഴം കുറഞ്ഞ സമുദ്ര പ്രദേശങ്ങളിലുമുള്ള അന്തർവാഹിനികളുടെ സാന്നിധ്യം കണ്ടെത്തുകയും അവയെ നിർവീര്യമാക്കുകയും ചെയ്യുന്നതിനായി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തതാണ് ഈ യുദ്ധക്കപ്പൽ. കടലിനടിയിലെ ശത്രു നീക്കങ്ങൾ അതിവേഗത്തിൽ തിരിച്ചറിയാനും പ്രതിരോധ നടപടികൾ സ്വീകരിക്കാനും ആവശ്യമായ അത്യാധുനിക സാങ്കേതിക വിദ്യകളാണ് കപ്പലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കമ്മീഷനിംഗ് ചടങ്ങിൽ വ്യോമസേന മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് അധ്യക്ഷത വഹിച്ചു. ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സഞ്ജയ് വത്സായൻ, മുതിർന്ന നാവികസേന ഉദ്യോഗസ്ഥർ, മുൻ സൈനികർ, പ്രതിരോധ മേഖലയിലെ പ്രമുഖർ, വിവിധ സർക്കാർ പ്രതിനിധികൾ, വിശിഷ്ടാതിഥികൾ എന്നിവർ ചടങ്ങിന്റെ ഭാഗമാകും. 3 സായുധ സേനകളും തമ്മിലുള്ള സംയോജിത പ്രവർത്തനത്തിന്റെ ഭാഗമായും ഈ ചടങ്ങ് വിലയിരുത്തപ്പെടുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ പൂർണ്ണമായും തദ്ദേശീയ സാങ്കേതിക വിദ്യയുടെ പിന്തുണയോടെയാണ് INS മാൽവാൻ നിർമ്മിച്ചിരിക്കുന്നത്. കപ്പലിന്റെ നിർമ്മാണത്തിൽ 80% തദ്ദേശീയ ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ പ്രതിരോധ നിർമ്മാണ മേഖലയിലെ വളർച്ചയ്ക്ക് തെളിവാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കൊപ്പം സ്വകാര്യ കമ്പനികളും സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ സ്ഥാപനങ്ങളും നിർമ്മാണത്തിൽ നിർണായക പങ്കുവഹിച്ചു. RBയുടെ 6000 അന്തർവാഹിനി വിരുദ്ധ റോക്കറ്റ് ലോഞ്ചറുകൾ, പ്രതിരോധ ഗവേഷണ വികസന സംഘടന വികസിപ്പിച്ച ടോർപിഡോകൾ, അത്യാധുനിക സോണാർ സംവിധാനങ്ങൾ, കടലിനടിയിലെ ചലനങ്ങൾ കൃത്യമായി തിരിച്ചറിയുന്ന സെൻസറുകൾ, ഉയർന്ന നിലവാരത്തിലുള്ള ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവയാൽ INS മാൽവാൻ സജ്ജീകരിച്ചിരിക്കുന്നു. ശത്രു അന്തർവാഹിനികളുടെ നീക്കങ്ങൾ കണ്ടെത്തി അതിവേഗത്തിൽ പ്രതികരിക്കാൻ ഈ സംവിധാനങ്ങൾ നാവികസേനയ്ക്ക് സഹായകരമാകും. തീരദേശ സുരക്ഷ, തുറമുഖ സംരക്ഷണം, സമുദ്ര നിരീക്ഷണം, പ്രത്യേക നാവിക ദൌത്യങ്ങൾ എന്നിവയിലും ഈ കപ്പലിന് സുപ്രധാന പങ്കുവഹിക്കാനാകും. സ്വദേശ യുദ്ധക്കപ്പൽ നിർമ്മാണ രംഗത്ത് ഇന്ത്യ കൈവരിച്ച സാങ്കേതിക മുന്നേറ്റത്തിന് മറ്റൊരു മികച്ച ഉദാഹരണമാണ് INS മാൽവാൻ. സമുദ്ര സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം രാജ്യത്തിന്റെ പ്രതിരോധ സ്വയം പര്യാപ്തത വർദ്ധിപ്പിക്കുന്നതിലും ഈ യുദ്ധക്കപ്പൽ നിർണായക സംഭാവന നൽകുമെന്ന് നാവികസേന പ്രതീക്ഷിക്കുന്നു. അതേസമയം ഇന്ത്യൻ നാവികസേനയുടെ അത്യാധുനിക സ്റ്റെൽത്ത് യുദ്ധക്കപ്പലായ INS മഹേന്ദ്രഗിരി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിശാഖപട്ടണത്ത് നടന്ന ചടങ്ങിൽ കമ്മീഷൻ ചെയ്തിരുന്നു. പൂർണ്ണമായും ഇന്ത്യയിൽ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് വിഭാഗത്തിലെ ഏറ്റവും നൂതന യുദ്ധക്കപ്പലുകളിൽ ഒന്നാണിത്. ഇന്ത്യൻ നാവികസേനയുടെ പ്രൊജക്ട് 17A പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച അവസാനത്തെ യുദ്ധക്കപ്പൽ എന്ന പ്രത്യേകതയും INS മഹേന്ദ്രഗിരിക്കുണ്ട്. ഇന്ത്യൻ നാവികസേനയുടെ വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത ഈ യുദ്ധക്കപ്പൽ മുംബൈയിലെ മെസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് ആണ് നിർമ്മിച്ചത്. പ്രൊജക്ട് 17A സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകളുടെ 6ാമത്തെയും അവസാനത്തെയും കപ്പലായ മഹേന്ദ്രഗിരിയിൽ 75% തദ്ദേശീയ ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിലൂടെ പ്രതിരോധ ഉൽപാദന രംഗത്ത് ഇന്ത്യയെ സ്വയം പര്യാപ്തതയിലേക്ക് വേഗത്തിൽ മുന്നേറുകയാണെന്ന് വ്യക്തമാകുന്നു. റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ പ്രവർത്തിക്കാൻ സഹായിക്കുന്ന സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ, അത്യാധുനിക മിസൈൽ സംവിധാനങ്ങൾ, ദീർഘദൂര റഡാറുകൾ, സമഗ്ര യുദ്ധ നിയന്ത്രണ സംവിധാനം, ശക്തമായ സെൻസർ ശൃംഖല, ആധുനിക ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ എന്നിവയാൽ മഹേന്ദ്രഗിരി സജ്ജീകരിച്ചിരിക്കുന്നു. സമുദ്ര സുരക്ഷാ ദൌത്യങ്ങൾ, തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ, മാനുഷിക സഹായ പ്രവർത്തനങ്ങൾ, ദുരന്ത നിവാരണ ദൌത്യങ്ങൾ, അന്താരാഷ്ട്ര നാവിക സഹകരണ അഭ്യാസങ്ങൾ, ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലും അതിനപ്പുറത്തുമുള്ള ദീർഘകാല വിന്യാസങ്ങൾ എന്നിവയ്ക്കെല്ലാം INS മഹേന്ദ്രഗിരിക്ക് കഴിവുണ്ട്. രാജ്യത്തിന്റെ സമുദ്ര താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും അന്താരാഷ്ട്ര സമുദ്രപാതകളിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഈ യുദ്ധക്കപ്പൽ ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ. INS മാൽവാനും INS മഹേന്ദ്രഗിരിയും സേവനത്തിലേർപ്പെടുന്നതോടെ തദ്ദേശീയ പ്രതിരോധ നിർമ്മാണ രംഗത്ത് ഇന്ത്യ കൈവരിച്ച സാങ്കേതിക പുരോഗതിയും സ്വയം പര്യാപ്തതയും വീണ്ടും ലോകത്തിന് മുന്നിൽ തെളിയിക്കപ്പെടുകയാണ്. നൂതന യുദ്ധക്കപ്പലുകളുടെ സേവന പ്രവേശനം ഇന്ത്യൻ നാവികസേനയുടെ പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുന്നതിനൊപ്പം സമുദ്ര അതിർത്തികളുടെ സുരക്ഷ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ രാജ്യത്തിന്റെ തന്ത്രപ്രധാന സ്വാധീനം കൂടുതൽ ഉറപ്പിക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.